അത്യുന്നതനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പ്രഭാത ജാഗരണത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം തടസ്സമില്ലാത്ത ദൈവിക പുനഃസൃഷ്ടി. ആധാരവാക്യമായി എടുത്തിരിക്കുന്നത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. അത് ഇപ്രകാരം പറയുന്നു: നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബിസിനസ്സുകാരനെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹം തന്റെ ബിസിനസ് എല്ലാം വളരെ സന്തോഷത്തോടും സമൃദ്ധിയോടും കൂടെ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ പെട്ടെന്ന് തന്റെ ബിസിനസ് വളരെ തകർച്ചയിലേക്ക് പോകുന്നു. അദ്ദേഹം വളരെ നിരാശിതനായി തീർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ചില വിദഗ്ധരുടെ ഉപദേശമായി അദ്ദേഹം കൈക്കൊണ്ടു. അവര് പറഞ്ഞു കൊടുത്തു, താങ്കൾ അല്പസമയത്തേക്ക് തങ്ങളുടെ ഭവനം വിട്ട് എവിടെയെങ്കിലും പോകണം. വിനോദസഞ്ചാരത്തിൽ ഏർപ്പെടുകയോ ധാരാളം ബുക്കുകൾ വായിക്കുകയോ ഏതെങ്കിലും മീറ്റിംഗിലോ കോൺഫറൻസിലോ ഒക്കെയും പങ്കെടുക്കുകയൊക്കെ ചെയ്യുക. താങ്കൾക്ക് ഒരുപാട് മാറ്റം വരും. അങ്ങ് പുതിയ ബലത്തോടും ശക്തിയോടും കൂടെ മടങ്ങി വന്ന് നേരത്തേനേക്കാൾ ഉപരിയായി ഏറ്റവും നല്ല രീതിയിൽ താങ്കളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ ബിസിനസിനെ വളരെ മനോഹരമായി വളരെ സമൃദ്ധിയോടെ തിരിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ദൈവം നമ്മളെ പുനഃസൃഷ്ടിക്കേണ്ടതിന് ആരുടെ ഉപദേശം ആവശ്യമില്ല. നമ്മുടെ ദൈവം പ്രപഞ്ച സൃഷ്ടിതാവാണ്, അത്യുന്നതനാണ്. സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം നമ്മളെ എങ്ങനെ പുനഃസൃഷ്ടിക്കണമെന്ന്. അതിന് ദൈവത്തിന്റെ രക്ഷയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് കുശവന്റെ വേലയ്ക്ക് സമാനമാണ് ദൈവത്തിന്റെ വേല എന്നാണ് പറയുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 64-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവും ഞങ്ങൾ കളിമണ്ണും, നീ ഞങ്ങളെ മെനയുന്നവനും ആകുന്നു എന്ന് പറയുന്നു. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, സ്വർഗത്തിലെ ദൈവം എത്ര മനോഹരമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ കൊണ്ടുപോയി ആക്കിയത്. അവർ വളരെ സന്തോഷമുള്ളവരായിരുന്നു. അവർ വളരെ സന്തോഷിച്ച് ഏദൻ തോട്ടത്തിൽ പാർക്കുമ്പോഴാണ് അവർ സാത്താന്റെ ഉപദേശത്തിന് ചെവി കൊടുത്ത് അവർ തകർച്ചയിലേക്ക് വീണുപോകുന്നു. അവരെ മടക്കി കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അവർ നശിച്ചു പോകുന്നത് കാണുവാൻ അത്യുന്നതനായ സ്നേഹനിധിയായ ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഒരു കുശവൻ എങ്ങനെയാണോ താൻ ഒരു മൺപാത്രം മെനഞ്ഞുണ്ടാക്കുന്നത്, അതുപോലെ ആ മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. കുശവൻ എന്താണ് ചെയ്യുന്നത്? താൻ ഒരു പാത്രം മെനഞ്ഞുണ്ടാക്കുമ്പോൾ തന്റെ കയ്യിൽ അത് അഴുക്കായി പോയാൽ അതിനെ വലിച്ചെറിയുവാൻ ആ കുശവൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം വീണ്ടും അതിനെ ഉടച്ചു പൊടിച്ച് നല്ല പരുവമാക്കിയതിനു ശേഷം അതിനെ ഒരു മനോഹര പാത്രമാക്കി മാറ്റുന്നു. അത് അതിമനോഹരമായി തീരുന്നു. അത് തന്നെയാണ് സ്വർഗത്തിലെ ദൈവം ദൈവകുഞ്ഞുങ്ങളായ നമ്മളെ പറ്റിയും ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ മനോഹര സൃഷ്ടികളാക്കി പാപമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ദൈവം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവാണ്, ലോകരക്ഷകനാണ്, നമ്മളുടെ രക്ഷകനാണ്. അതുകൊണ്ട് നമ്മളെ എറിഞ്ഞു കളഞ്ഞ് നമ്മൾ നശിച്ചു പോകുന്നത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളെ മനോഹരമായ രൂപികളാക്കി മാറ്റുന്നു. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പറയാണ്, ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ അവിടെ ആക്കുമെന്ന്. കാരണം പാവരഹിതരായി ദൈവം പുനഃസൃഷ്ടിച്ച ഈ മനുഷ്യനെ വീണ്ടും അശുദ്ധമായ ഒരു ഭൂമിയിൽ പാർപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും മനോഹരമായ ഒരു ഭൂമിയില് മനുഷ്യനെ പാർപ്പിക്കുവാൻ അത്യുന്നതനായ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് 2 പത്രോസ് 3-ാം അധ്യായം 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ നാം അവന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു എന്ന്. എന്റെ പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെ പ്രഭാതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നമ്മളെ പുനഃസൃഷ്ടിച്ചതിന് ശേഷം, കാരണം ആരംഭ വാക്യം തന്നെ പറയുന്നു, കർത്താവ് തന്റെ കൈപ്പണിയായി നമ്മളെ സൃഷ്ടിച്ചത് സൽപ്രവൃത്തിയുള്ള മക്കളായി ജീവിക്കാനാണ്. നമ്മളെ സൽപ്രവൃത്തി ഉള്ളവരാക്കിയതിന് ശേഷം ആ മനോഹര ഭൂമിയിൽ, നമുക്കായി ഒരുക്കുന്ന മനോഹര ഭൂമിയിൽ നമ്മളെ പാർപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, അതിലപ്പുറമായ ഒരു ഭാഗ്യം നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും ലഭിക്കാനില്ല. ആ മനോഹര
ഭൂമിയിൽ നമ്മൾക്കും പോയി പാർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെയും ആ പുനഃസൃഷ്ടിയിൽ സ്വർഗത്തിലെ ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ ഭൂമി അവകാശമാക്കുവാൻ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മിസ്റ്റർ ജേക്കബ് സൈമൺ വെട്ടിപ്പുറം, ആൻ ഷേർലി ചാക്കോ കുമ്പനാട്, ഷാരോൺ സി ജോസ് ആഞ്ഞിലിത്താനം. ഈ പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണ്. അവർക്ക് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ സ്വർഗീയ കർത്താവേ, അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയങ്ങളെ കർത്താവ് അങ്ങയുടെ സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിച്ചിരിക്കൊണ്ട് സ്തോത്രം. നാഥനെ, അടിയങ്ങളെ പുനഃസൃഷ്ടിച്ച് അടിയങ്ങൾക്ക് വേണ്ടി സ്വർഗമൊരുക്കുന്ന ആ മനോഹര ഭൂമിയിലേക്ക് അടിയങ്ങളെ പാർപ്പിക്കാനും അങ്ങ് ആഗ്രഹിക്കുന്ന ആ വലിയ സ്നേഹത്തിനായി സ്തോത്രം. അത്യുന്നതൻ ഒരുക്കുന്ന ആ മനോഹര ദേശം ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ആർക്കും നഷ്ടപ്പെട്ടു പോകല്ലേ കർത്താവേ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ആ അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത് കടന്നു വന്ന് എന്റെ അത്യുന്നത ദൈവത്തോടു കൂടെ സന്തോഷം അനുഭവിച്ച് ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത ദേശത്ത് പാർക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണം. അതിനുവേണ്ടിയുള്ള വാഞ്ച ദൈവാത്മാവ് ഓരോ ഹൃദയത്തിലും സൃഷ്ടിക്കണമേ. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ആയിരിക്കുന്ന അവസ്ഥകൾക്ക് ഭേദം വരുത്തണം. രോഗമോ കഷ്ടമോ വേദനയോ നെടുവീർപ്പോ എന്തോ ആയിക്കൊള്ളട്ടെ, അവർ ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്ന് സർവജ്ഞാനിയായ ദൈവം അറിയുന്നു. അവർക്കൊക്കെ വേണ്ടുന്ന എല്ലാ ആശ്വാസവും സമാധാനവും കൊടുത്താട്ട് കർത്താവ് വീണ്ടും വരുമ്പോൾ അടിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങയുടെ രാജ്യത്തിൽ എത്തുവാനും സ്വർഗം ഭാഗ്യം തരണം. കർത്താവ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾക്കും അതിമനോഹരമായ ഒരു നല്ല പ്രഭാതം നേർന്നുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.